അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും നിന്നെ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. അഖിൽ മാരാറിന്റെ ഒരു ലൈവ് കണ്ടു. 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ചുമ്മാ സെൽഫ് അടിക്കും അളിയൻ. സെൽഫ് അടിയാണ് അളിയന്റെ മെയിൻ പരിപാടി. നമ്മളിപ്പോ എവിടെ വന്നേ? ഞാനാണ് രായാവ്, ഇനി വേറെ രായാവ് പാടില്ല. സീസൺ 5 രായാവ് ഉണ്ടായത്. സീസൺ 6 ഇതുവരെ രായാവ് ഇല്ല. പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇത് ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. രാജാവോ? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഉണ്ണിമൂന്ന റിലേറ്റഡ് ആയിട്ടുള്ള സീനിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ ചുമ്മാ അന്നവിടെ ഇരുന്ന് ചിരിച്ച്. കാരണം എന്താ അറിയോ, ഒരു വള്ളി അന്തോ മുന്തോ ഇല്ലാതെ വന്നിരുന്നിട്ടാണ് അഖിൽ മാരാർ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വംഭരന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്റെ പ്രായമുള്ള ഒരാൾ ഇപ്പുറത്തും ഭൂലോക കോമഡി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ ഒരുത്തൻ അപ്പുറത്തും. ഹലോ 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 ഇത് ഞാനാ. ഹലോ ഇത് ഒരു മാരക പോസ്റ്റ് ഇട്ടു. മാരക പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഏതോ ചാര സംഘടനയുടെ IT സെൽ തലവനാണെന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു. മലയാളം അറിയാമോ? മലയാളം വീട്ടില് അമ്മയും വീട്ടുകാരും കൂട്ടക്കാരൊക്കെ ഇല്ലേ, ഇത് കണ്ടതോട് കൂടിയിട്ട് ഞാനേതോ ഭീകരവാദിയാന്ന് വിചാരിച്ചു. വീട്ടില് ഭയങ്കര സീനായ ടൈമിന് ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നത്, ഞാനും അഖിൽ മാരാരും തമ്മിലുള്ള റിലേഷൻ. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ മാത്രം കൊണ്ട് നടക്കുന്ന ഒരുതരം എന്താ പറയാ, വളരെ സെൽഫ് അടിച്ചുകൊണ്ട് പോകുന്നത്. ലൈഫിൽ തന്നെ ഒറ്റത്തീറ്റി എന്ന് പറഞ്ഞൊരു സാധനമുള്ള ഒരുത്തനാണ്. തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ കിട്ടാങ്കെ ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. സീക്രട്ട് ഏജന്റ് ഇഷ്യൂവിൽ കയറി നിന്ന് ആപ്പ് വെച്ചുകൊണ്ടാണ് അഖിൽ മാരാർക്ക് അതിനൊരു ചാൻസ് കിട്ടിയത്. ശരിയാടാ, റാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. കാര്യം നടക്കുന്ന സമയം വരെയുള്ള ഒരു 10-30 ദിവസത്തെ അഖിൽ മാരാർ എന്താണ്, അത് രായാവല്ല, രായാവ് ആവുന്നതിന് മുമ്പുള്ള അഖിൽ മാരാർ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി. കഴിഞ്ഞപ്പോഴാണ് ഓരോരോ മത്സരാർത്ഥികൾ വന്നിട്ട് അഖിലേട്ടൻ ഫോൺ എടുക്കാറില്ല, അഖിലേട്ടൻ വിളിക്കാറില്ല. ഞാനിവൻ ആകെ കണ്ടത് പിന്നെ വാലാട്ടീന്റെ ഒരു പ്രീമിയർ ഷോന് പോയപ്പോ അവിടുന്ന് കണ്ടു. ഇന്റെ പൊന്നെ, എന്താണ് അഖിലേട്ടൻ. അത് ശരിയാ. അപ്പൊ ഈ പോത്തിന് അതൊരു കൂട്ടുവോ? അഖിലേട്ടനായത് എനിക്ക് അന്ന് മനസ്സിലായി. ഇവൻ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോവും, എങ്ങനെയും നിൽക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊരു പണി കിട്ടിയ സുഖം. അപ്പഴേ വിശക്കുന്നുണ്ടെങ്കിൽ 2 ആൾ ഊണ് കഴിക്കാൻ വാ, എനിക്ക് നനയ്ക്കാൻ പോണ്ടതാ.